ഹലോ, എന്തൊക്കെയുണ്ട്? ഞാനുണ്ടല്ലോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടോ. വേറെ ഒന്നുമല്ല, മടി കാരണം കേട്ടോ. മടി വന്നാൽ പിന്നെ ഒന്നും വെറുതെ മൂടി പിടിച്ച് ഇങ്ങനെ ഇരിക്കാനേ തോന്നുള്ളൂ കേട്ടോ. എന്തായാലും പിൻട്രസ്റ്റിൽ പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ തപ്പി ഇതേപോലെ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ടൈം എടുത്ത് വരുമല്ലോ. അതുകൊണ്ട് തന്നെ അതൊക്കെ ആലോചിക്കുമ്പോൾ വെറുതെ ഇരിക്കാൻ തോന്നും, അല്ലെങ്കിൽ നല്ല ആക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും ഭയങ്കര മൂഡായതുകൊണ്ട് തന്നെ ഞാനൊരു വാഷിംഗ് ടേപ്പ് ഉണ്ടാക്കാമെന്ന് കരുതി. ഭയങ്കര എസ്തെറ്റിക് ആയിട്ടുള്ള രീതിയിലൊക്കെ ഡയറിയൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവമാണ് കേട്ടോ. എനിക്കെന്തായാലും ഞാൻ അത്യാവശ്യം ഡയറി അങ്ങനെ ഇങ്ങനെ എഴുതുന്ന ഒരാളായതുകൊണ്ട് തന്നെ എനിക്കിത് ഇങ്ങനത്തെ ഈ ഒരു വാഷിംഗ് ടേപ്പ് അങ്ങനത്തെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ ഉണ്ടാക്കാൻ പറ്റണത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ ഇതാ ഒരു ബ്ലൂ കളർ ആട്ടോ എടുത്തിട്ട്, എന്നിട്ട് ഇതാ ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട അത്ര ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്ത് ബ്ലൂ വെച്ചിട്ട് 2 വേവ്സ് ഇട്ട് കൊടുത്ത്, എന്നിട്ട് 2-3 ഹാർട്ട് അടിമടി വെച്ച് കൊടുത്തപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു. പിൻട്രസ്റ്റിൽ നിന്ന് ഒരു റെഫറൻസ് പിക്ക് എടുത്ത് വരയ്ക്കാൻ നോക്കുമ്പം ശരിക്കും അതുപോലെ ആയിരിക്കുമല്ലോ ഏട്ടൻ വരയ്ക്കുമ്പം. ഇതിപ്പോൾ അങ്ങനെ ചെയ്തതാട്ടോ. മറ്റേ സ്ട്രിപ്പിലുണ്ടല്ലോ ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ലൈൻ ഇട്ട് കൊടുത്തു കേട്ടോ. ആദ്യമൊക്കെ കൊടുത്തുമ്പോൾ കുറച്ച് ഡാർക്ക് ആയിട്ട് വന്നത്, പിന്നെ ലൈറ്റ് കളർ ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ ഒന്നുകൂടെ ലൈറ്റാക്കി കൊടുത്തു. കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് കുറച്ച് ലൈറ്റാക്കിയിട്ട് കൊടുത്തു. നേരക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ലാസ്റ്റ് ലുക്ക് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ മറ്റെല്ലൊക്കെ ബ്ലാക്ക് വെച്ചിട്ട് ഞാൻ ഹാർട്ട് വരച്ചുകൊണ്ട് ഇതിനും ഒരു ബ്ലാക്ക് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് കരുതി വരച്ചെടുത്തിട്ടോ. വേണ്ടില്ല എന്ന് തോന്നി, പിന്നെ എന്നാലും കുഴപ്പമില്ല, ഭംഗിയുണ്ടായിരുന്നു. മൂന്നാമത്തെ സ്ട്രിപ്പ് എടുത്തപ്പം അതൊരു കോമഡി ആയിപ്പോയിട്ടോ. എൻ്റെ ബ്രഷിൽ പൂ വരച്ചപ്പം അത്ര വലിയൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇതാ ബ്രഷിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് പൂ ഒന്ന് വരയ്ക്കാൻ നോക്കിയിട്ടോ. അത് ആദ്യത്തെ പൂ അത്യാവശ്യം നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും പിന്നെ അത് അത്ര വലിയൊരു ലുക്കായി തോന്നിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ അതൊന്നും വേണ്ട വിചാരിച്ചിട്ട് പിന്നെ വേറൊരു സ്ട്രിപ്പ് എടുത്തിട്ട് ഞാൻ പൂ ആദ്യം വരച്ചു കൊടുത്തേ. നമ്മളെ കയ്യിൽ A4 കുറേ ഉണ്ടായതുകൊണ്ട് ഞാൻ കുഞ്ഞ് സ്ട്രിപ്പ് എടുത്തിട്ട് ഇതേപോലെ അവിടെ ഇവിടെ ഒരു പൂ വരച്ചു കൊടുത്ത്, എന്നിട്ട് മൊത്തത്തിൽ ബ്ലൂ കളർ കൊടുത്തിട്ടോ. ബ്ലൂ കൊടുക്കുമ്പം നന്നായിട്ട് വെള്ളത്ത് മുക്കിയിട്ട് അങ്ങനെ നീട്ടി കൊടുത്തതായിരുന്നു. കൊടുത്തതുകൊണ്ട് തന്നെ ഒരു സൈഡ് നല്ല കളറും ഒരു സൈഡ് തീരെ കളറില്ലാതെ പോയി. പിന്നെ ലാസ്റ്റ് എല്ലാം കൂടെ ഒരുപോലെ ആക്കി കൊടുത്തിട്ടാട്ടോ ഞാൻ പിന്നെ ഈ ഒരു പൂ വരച്ചു കൊടുത്തത്. മറ്റേലൊക്കെ ബ്ലാക്ക് ഒരു കളർ കൊടുത്തോണ്ട് ഇതിലും ഞാൻ കുഞ്ഞ് ഒരു ബ്ലാക്ക് കളർ കൊടുത്തിട്ടു. അങ്ങനെ നമ്മൾ എല്ലാത്തിലും ബ്ലാക്ക് ഉണ്ടായതുകൊണ്ട് നമുക്ക് പ്ലെയിൻ ആയിട്ട് ഒരു ബ്ലാക്ക് വേണമെന്ന് തോന്നിയപ്പം ഞാൻ വേറെ സ്ട്രിപ്പ് എടുത്തിട്ട് ഹൊറിസോണ്ടലും വെർട്ടിക്കലായിട്ട് കുറച്ച് ലൈൻ ഇട്ട് കൊടുത്ത് ഒരു 4 വാഷിംഗ് ടേപ്പ് ഉണ്ടാക്കിട്ടോ. പിന്നെ അത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു റോള് വേണമല്ലോ. നല്ല കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് ഷീറ്റ് വെട്ടിയെടുത്തിട്ട് റൗണ്ടിലാക്കി ഒട്ടിച്ചു കൊടുത്ത്, എന്നിട്ട് അതിലേക്ക് ഒരു ഡബിൾ ടാപ്പ് എടുത്തിട്ട് ഇതേപോലെ ചുറ്റി കൊടുത്താൽ നമുക്ക് വാഷിംഗ് ടേപ്പ് റെഡി ആയിട്ടോ. ആവശ്യമുള്ളപ്പോൾ എടുക്കുകയും ചെയ്യും. വാഷിംഗ് ടേപ്പ് ഒരു A4 ഷീറ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ ഒരു ജസ്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാൻ ഒരു പാകത്തിനാവാൻ വേണ്ടിയിട്ട് ഇതേപോലെ കട്ടിയുള്ള ഒരു സ്ട്രിപ്പ് അതിൻ്റെ മേലേക്ക് വെക്കാം കേട്ടോ. ജസ്റ്റ് ഒരു അഡ്ജസ്റ്റ് ആയിട്ട് അങ്ങനെ ഒരു 4 വാഷിംഗ് ടേപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഇതിന് മുന്നേ വേറെ 4 കൂടെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പറയണ്ടേ.